ഗംഗേ, പണ്ട് ആദ്യമായിട്ട് ആപ്പിൾ പറിച്ച ഒരു പെണ്ണുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഹൗവ. ഉവ്വ എന്നല്ല, അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഉണ്ട്, അതിന്റെ പേരാ ഹൗവ. ആ, അങ്ങനെ പറ. ഞാൻ ചുമ്മാ ഓരോന്നും. ഏട്ടാ നോക്ക്. അത് നമ്മൾ പോയിസൺ ഇഞ്ചക്ട് ചെയ്ത അതേ ആപ്പിളാ. അത്രയ്ക്ക് ഉറപ്പാണോ? അതെ. ആ 2 ആപ്പിളും ഒന്നിച്ച് അവളെടുത്തിരിക്കുന്നേ. എന്റെ ദൈവമേ, കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം കോൾ അടിച്ചല്ലോ. ഇതുവരെ കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഇപ്പോ കാര്യങ്ങളെല്ലാം കറക്റ്റായി. ഭക്ഷണ സമയത്ത് നടന്നതുപോലെ കലാപമൊന്നും നടന്നില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരുത്തം വീഴും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നത്. എന്നാ ഓക്കെ, ഞാൻ വിളിക്കാം. പിന്നെ ആന്റി, സത്യം പറഞ്ഞ ഹരിതയെ ന്യായീകരിച്ച് ആന്റി ഒരുപാട് സംസാരിക്കരുത്. കാരണം ചില കാര്യങ്ങൾ മനസ്സിൽ കയറിയാ പിന്നെ തീരെ കൺട്രോൾ കിട്ടുന്ന കൂട്ടത്തിലല്ല അവള്. എനിക്ക് തോന്നുന്നത് സൂര്യൻ നന്ദിനിയും അവളൊരു എയിമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു വന്ന. അതിന് എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോനെ. അവള് സംസാരിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചാണ്. ആന്റി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രഞ്ജിത്തെ, കുറച്ചു നേരം ഈ കാര്യം ഒന്ന് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഡാഡി ആകെ ടെൻഷനില്ല. അല്ലെങ്കിലും എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാരും വന്ന് ഇതെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക്. എനിക്കെന്തായാലും വേണ്ട മമ്മി. താമസിയാതെ ഇവിടെ വേറൊരു വേലക്കാരി വേണ്ടി വരും. എന്തെങ്കിലും കഴിക്കുന്നതേ അന്തസ്സോടെയെങ്കിലും കഴിക്കാലോ. മോള് സൂര്യക്ക് ഭക്ഷണം കൊടുക്കണം കേട്ടോ. കൊടുക്കാം സർ. മോളും കഴിക്കണം. കഴിക്കാം. എന്തുറ്റി? ഏട്ടാ, ഏട്ടാ എന്തു പറ്റി? എന്താ അവിടെ? എന്തു പറ്റി? ഡാഡി, വാട്ട് ഹാപ്പൻ? എന്താ?
Nothing. ഒന്നുമില്ല. എന്തേലും കുഴപ്പമുണ്ടോ ഡാഡി? അയ്യോ അങ്കിൾ. ഡാഡി ഉദയ്, അയ്യോ അങ്കിൾ എന്ത് പറ്റി? ഇങ്ങോട്ട് ഇരുത്താം. വെള്ളം കൊണ്ടുപോവാ. ഇവിടെ ഇരുത്ത്. ഡാഡി ഇരുത്ത്. എന്ത് പറ്റി? അറിയില്ല ഡാഡി, എന്ത് പറ്റിയത്? മൈ ഗോഡ് ഡാഡി, ഡാഡി എന്ത് പറ്റി? അയ്യോ എന്ത് പറ്റിയെന്നറിയില്ല.